ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുത്തുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് റൂം പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് പെയിൻ്റ് അടിച്ചിട്ടൊന്നുമില്ല. അതായത് ജസ്റ്റ് അവിടെ എവിടെയും കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് റൂമൊന്നും ഞാൻ അത് പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റോ ഗൂഗിൾ ക്രോമോ ഏതോ ഇതിൽ പെയിൻറ്റിങ് ഐഡിയാസ് ഇങ്ങനെ കുറച്ചിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, റൂമൊക്കെ ഒന്ന് അടിപൊളിയാക്കണം എന്ന് വെച്ചിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊരു ബ്ലൂ കളറും വൈറ്റും ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ട് അടിപൊളി പെയിൻറ്റിങ്, അതായത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിങ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. മറ്റേ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് സെല്ലോ ടേപ്പൊക്കെ പറിച്ച് കളയുമ്പോൾ ഒരു ഡിസൈൻ കിട്ടില്ല. അങ്ങനെയൊക്കെയാണ് അതിൽ കണ്ടത്. കണ്ടപ്പോൾ ഇങ്ങനെ സിമ്പിളായിരുന്നു, ചെയ്ത് നോക്കാൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ സംഭവം അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ ചെയ്യാവുന്നതുള്ളൂ, സിമ്പിൾ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ പെയിൻറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ബ്ലൂ കളർ പെയിൻറ്റ് 1 ലിറ്ററാണ് വാങ്ങിച്ച് നോക്കുന്നത്. ഇവിടെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ സെല്ലോ ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടിയും ഈസി മറ്റേ റോളറാവെന്ന് വെച്ചിട്ട് റോളർ വാങ്ങിച്ചിട്ടുണ്ട്. റോളർ വെച്ചായിരിക്കും ഞാൻ മിക്കവാറും അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതും ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ബാക്കിൽ കാണുന്ന ഈ സംഭവം, ഈ സ്ഥലം മൊത്തം ഒന്ന് കളറാക്കിയെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിന് മുമ്പ് നമുക്കിവിടെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെമലിൻ്റെ കോലം, അതായത് ഫുൾ വൈറ്റാണ്. അപ്പോൾ ഇതിൽ ബ്ലൂവും കുറച്ച് ഇതൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു സെല്ലോ ടാപ്പ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചത് നിങ്ങൾക്ക് കാണുന്നത് തോന്നുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മാറ്റണം. കുറേ ഡ്രസ്സുകൾ, പിന്നെ 2 ഫ്രെയിം, പിന്നെ നമ്മുടെ ഈ ഒരു മേശ, അങ്ങനെ അവിടെയുള്ള മൊത്തം സാധനങ്ങൾ ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാം. അതിന് ശേഷം നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം സംഭവങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട്, അപ്പോൾ അവിടെ ചുമലായിട്ട്, പിന്നെ അവിടെ 2 ഹുക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പിന്നെ വറച്ച് കളഞ്ഞില്ല. പിന്നെ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ സൈഡിൽ വെച്ചിട്ടൊക്കെ എല്ലാം ഇവിടെ സൈഡിലോട്ട് മാറ്റിയിട്ട്, അപ്പോൾ നമുക്കിവിടെ അടിപൊളിയായിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ കുറേ നേരം മുമ്പ് ഇത് വർക്കാവുമെന്ന് അറിയാൻ വേണ്ടി ഒരു ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചതാണ്. അതുകൊള്ളാം, നല്ല സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇത് എന്തായാലും വർക്കാവുമെന്ന് തോന്നണു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പെയിൻ്റ് അടിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് നോക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ കുറച്ച് അഴുക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണില്ലായിരിക്കും, എന്നാലും കുറച്ച് അഴുക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. പെയിൻറ്റിങ് അല്ല, അതിന് മുമ്പ് നമ്മുടെ ടാപ്പ് ഒട്ടിക്കണം. ടാപ്പ് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ കഴുകലിൽ ഇല്ലാത്ത അഴുക്ക് വരെ അവിടെ വന്നു തോന്നുന്നു. ഇല്ലാത്ത അഴുക്ക് വന്നതല്ല, ചുമ്മാ വന്നത്. അത് നമ്മൾ കഴുകിയതിൻ്റെ വെള്ളമാണ്. കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും എന്നാണ് എൻ്റെ ഒരു ഇത്. ഉണങ്ങിപ്പോവായിരിക്കും എന്തായാലും നമ്മളതിൻ്റെ മുകളിൽ കൂടെ പെയിൻ്റ് അടിക്കും, ഉണങ്ങിയില്ലെങ്കിലും അല്ല ഉണങ്ങും എന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി വെച്ചാൽ ടാപ്പ് ഒട്ടിക്കലാണ് മെയിൻ പരിപാടി. അതെങ്ങനെ ഒട്ടിക്കും എന്നൊരു വലിയൊരു ഐഡിയ ഒന്നുമില്ല, എന്നാലും നമ്മൾ ഒട്ടിക്കും. അപ്പോൾ ഡയഗണലായിട്ട് അങ്ങോട്ടൊക്കെ കുറേ ലൈൻസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടാപ്പ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, കുറേ വരകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നില്ലേ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചത്. അതിന് പെയിൻ്റ് അടിക്കുമ്പോൾ കറക്റ്റ് വൈറ്റ് ലൈൻസ് ആയിട്ട് കാണും, അത് ഉരിഞ്ഞ് കളയുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പരിപാടി. ഞാൻ ഒരു ഊഹം വെച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലൈനുകൾ, അവിടെയൊക്കെ ലൈൻ ഉണ്ട്, അത് കാണുന്നില്ല ആണല്ലോ. ഒരു ഊഹം വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചതാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ബ്രഷ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു റോളറാണ്. റോളറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഈസി ആയിട്ട് പെയിൻറ്റ് അടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഊഹം, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു ട്രേ ഇവിടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൽ മുക്കിയിട്ട് ഇതിൽ പെയിൻറ്റ് ഒഴിച്ചിട്ട് ഇത് വെച്ച് മുക്കിയിട്ട് അടിക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പെയിൻറ്റ്. ഇതൊരു 1 ലിറ്റർ പെയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു ബ്ലൂ കളറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കളറ് ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ ആണ്. അതായത് ഭയങ്കര ഡാർക്കും അല്ല, എന്നാൽ ഭയങ്കര ലൈറ്റും അല്ല, അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ബ്ലൂ കളർ. ഞാൻ താഴത്ത് കുറച്ച് പേപ്പർ ഇട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ട് മിക്സ് ചെയ്യണം. ഒരു 20% ഒക്കെ വെള്ളം മതിയാവും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ട്രെയിലിട്ട് മിക്സ് ചെയ്യാൻ, എന്നിട്ട് നമ്മുടെ റോളർ വെച്ച് അടിക്കാം എന്നാണ് പ്ലാൻ. അപ്പോൾ അതേ ടാപ്പൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം, അതായത് ഇൻസുലേഷൻ നമ്മുടെ സെല്ലോ ടാപ്പ് അല്ല, മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചൊക്കെ അത്യാവശ്യം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പെയിൻ്റ് അടി തുടങ്ങാം.
കുറേ നേരത്തെ പണി ഒടുവിൽ പെയിൻ്റ് അടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം, അതായത് നമ്മൾ ഒട്ടിച്ച ടാപ്പുകളൊക്കെ ഒന്ന് പറിച്ച് കളയണം. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. അപ്പോൾ എന്തായാലും എങ്ങനെയാവുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല, കിട്ടില്ല, നന്നായിട്ട് കിട്ടി. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല ഇത്ര അടിപൊളിയായിട്ട് കിട്ടുന്ന വെച്ചില്ല. അതായത് നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നിട്ടൊന്ന് കാണിച്ചത് ഞാൻ കറക്റ്റ് ലൈൻസ് കിട്ടി. അതായത് ഒട്ടിച്ച പോലെ തന്നെ നമുക്ക് ഉരിഞ്ഞെടുക്കാൻ പറ്റി. ഒട്ടിപ്പിടിക്കലോ അതായത് മറ്റേ ചെമ്മൻ്റെ പെയിൻറ്റ് പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. നല്ല ക്ലീനായിട്ട് കിട്ടി. മാസ്കിൻ ടേപ്പ് നമ്മൾ നല്ല അടിപൊളി നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളി മാസ്കിൻ ടേപ്പ് വാങ്ങിക്കുക. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ വെറുതെ കുറച്ച് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചതാണ്. അങ്ങനെ കറക്റ്റ് ഇത് നോക്കിയിട്ടൊന്നും ചെയ്തതെന്നല്ല. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. അപ്പോൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് വന്നു. ഞാൻ ഇത്ര കറക്റ്റാകുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും നല്ല രസമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.